സാധാരണ മുട്ടക്കറി ഉണ്ടാക്കി മടുത്താ എന്നാൽ വെറും 15 മിനിറ്റ് മതി ഇത്രയും റിച്ചും ക്രീമി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട്. ഇതാണ് അഫ്ഗാനി മുട്ടക്കറി. ഇതുണ്ടാക്കാനായിട്ട് തക്കാളി വേണ്ട, തേങ്ങ വേണ്ട, എന്നിട്ടും ഇങ്ങനെ ഇത്ര തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളകും, ഈ ഒരു സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3-4 വെളുത്തുള്ളിയും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് ഇടാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ 4 മുട്ട പുഴുങ്ങാനായിട്ട് ഇടുക. നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അത്രയും ചേർക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് വരിക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്രേവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് ലൂസായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കണേ. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവാള വഴറ്റിയെടുക്കാനായിട്ട്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്ന ഈ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ അഫ്ഗാനി എഗ് കറീന് അത്രയും ക്രീമും റിച്ചും ഒക്കെ ആക്കുന്നത്. ചെറിയ കാഷ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു 10-12 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വലിയ കാഷ്യൂസ് ആണെങ്കിൽ ഇതിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. എന്താ വെച്ചാൽ സവാള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടല്ലോ, അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഇത് മുരിഞ്ഞ് ബ്രൗൺ കളറായി പോകാൻ പാടില്ല, എന്നാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മൂടി തുറന്നൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം കുക്കായി കിട്ടും, നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടും. ഇത് കുറച്ച് നേരം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ചൂട്ടോടെ അരയ്ക്കണം, അല്ലെങ്കിൽ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ അരയ്ക്കണ കൂട്ടത്തിൽ 2-3 ഐസ് ക്യൂബ് ഇട്ടാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയില ആഡ് ചെയ്യണം. മല്ലിയില ഒരുപാട് കൂടിപ്പോവാതെ നോക്കണം. മല്ലിയിലയും ഇഞ്ചിയും കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ കറക്റ്റ് ഒരു പിടി മല്ലിയില തന്നെ ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ചൂടൊക്കെ ആറി ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡിലും വരഞ്ഞു കൊടുക്കണം. മസാലയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനും അതുപോലെ നമ്മൾ ഗ്രേവിയിലിട്ട് തിളപ്പിക്കുമ്പോൾ ആ ഗ്രേവീൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 4 മുട്ടയും ഞാനതുപോലെ 2 സൈഡിലായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ടയൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 സ്പൂൺ തന്നെ ഉപ്പും, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കുറവിൽ തീ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നല്ലോണം പച്ചമണക്കം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പുഴുങ്ങി വരഞ്ഞ് വെച്ചേക്കണം മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ മൊരിച്ച മുട്ട ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കണ മുട്ടേനെ ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പോൾ സൈഡൊക്കെ ഭയങ്കര ഹാർഡായി പോണ പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ അഫ്ഗാനി എഗ് കറി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കിതുപോലെ തന്നെ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണേ. കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. വെളുത്തിരുന്ന് നമ്മുടെ മുട്ട മസാലയിലൊക്കെ പൊതിഞ്ഞ് നല്ല ചുകാന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ കുറച്ച്, അതായത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, 3-4 ഗ്രാമ്പു, ഒരു കുഞ്ഞു കഷ്ണം ജാതിപത്രിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ഒരു അരപ്പിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഓയിലിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഓയിലിൽ. അതിന് ശേഷം ഞാനൊരു പീസ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ ചേർക്കുമ്പോൾ തന്നെ ഈ ബട്ടർ ആഡ് ചെയ്യാം. ഞാൻ ചെറുതായിട്ടൊന്ന് ബട്ടർ ചേർക്കാൻ മറന്നുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായിട്ട് മസാലയായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 സ്പൂൺ മുളക് പൊടിയും, അതുപോലെ 1/2 to 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സമയത്ത് നല്ല ക്രീമി ആയിട്ടുള്ള 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ള തൈരാണ്. ഇനി ആ തൈരും മസാലയും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ വീണ്ടും എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കണ മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ലോണം ഇളക്കുക. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെയൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗ്രേവി കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവിനെ ലൂസാക്കി എടുത്താൽ മതി. എനിക്കിതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മുട്ടേനെ മൊത്തത്തിൽ ആ മസാലയിൽ ഇങ്ങനെ കോട്ട് ചെയ്ത പോലെ ആക്കി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തു. അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്നപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായി. ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം, നമ്മൾ വളരെ കുറവ് ഓയിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അഫ്ഗാനി എഗ് കറിയിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് നല്ല ഓയിലിൽ മുങ്ങിക്കെടുക്കണ പോലെയാണ് ഈ കറി ആവുക.
പക്ഷെ ഞാൻ അത്ര ഓയിലി ആക്കാതെയാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചൂട്ടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ചോറിൻ്റെ കൂടെ ഇത് അത്ര നല്ലതായിരിക്കില്ല, പക്ഷേ ചപ്പാത്തീൻ്റെയും നല്ല ചൂട് പൊറോട്ടേൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ചെറിയൊരു മധുരവും എരിവും പുളിയും ഒക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ ഈ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ഗ്രേവീൻ്റെ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ നല്ല ചൂടുള്ള നല്ല മുരിഞ്ഞ പൊറോട്ടേൻ്റെ കൂടെയാണ് ഇത് കഴിച്ചത്. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നും സാധാരണ മുട്ടക്കറിയല്ലേ ഉണ്ടാക്കുക, അപ്പോൾ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്